പണ്ട് ദൂരദർശനിൽ മെഗാ ഹിറ്റായി സംപ്രേഷണം ചെയ്യപ്പെട്ട ചന്ദ്രോദയം സീരിയൽ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഗ്ലാസ് നിലത്ത് വീണ ശബ്ദം കേട്ടാണ് കിടക്കയിൽ നിന്ന് പ്രേം ചാടി എഴുന്നേറ്റത്. അയ്യോ എന്നും പറഞ്ഞ് ഒന്ന് ആലോചിച്ച് ചിരിക്കുന്നു. പ്രേമ പ്രേമ എന്ന് പറഞ്ഞ അമ്മയുടെ ശബ്ദം കേട്ട് പ്രേമൻ വരുന്നമ്മേ എന്നും പറഞ്ഞ് പ്രേം എണീച്ച് വാതിൽ തുറന്നു കൊടുത്തു. എന്താ ഒരു ഒച്ചക്കെടത്? അയ്യോ എൻ്റെ ദൈവമേ, ഇതെങ്ങനെ പൊട്ടി? നിലത്തു കിടക്കുന്ന പൊട്ടിയ ഗ്ലാസ്സിലേക്ക് നോക്കി പ്രേമിൻ്റെ അമ്മ സങ്കടത്തോടെ പറയാൻ കേട്ടോ. എടാ, നിന്നോടാ ചോദിച്ചത് എങ്ങനെയാ പൊട്ടിയത് എന്ന്. അത് അമ്മേ, പ്രേം പറയുന്നു അറിയില്ല എന്ന് പറയുന്നു കേട്ടോ. പ്രേം തുടർന്ന്, ഞാനൊരു സ്വപ്നം കണ്ടതായിരുന്നു, അവളെ തേടി കൈ നീട്ടി എന്നിങ്ങനെ പ്രേം പറയുമ്പോൾ അത് ശരി, കൈ നീട്ടി ഇപ്പം മനസ്സിലായി ഇതെങ്ങനെ പൊട്ടിയത് എന്ന്. അവിടുന്ന് എന്നും പറഞ്ഞ് അമ്മ പ്രേമിനെ തള്ളി മുറിയിൽ നിന്നും പുറത്താക്കുന്നു. നിലത്ത് കിടക്കുന്ന പൊട്ടിയ ചില്ലു കഷ്ണം നോക്കി, എൻ്റെ ദൈവമേ, കാലത്ത് തന്നെ എനിക്ക് പണി കിട്ടിയല്ലോ, ഇങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും? ഇത് കേട്ടാണ് പ്രേമിൻ്റെ അച്ഛൻ അങ്ങോട്ട് വന്നത്. കാലത്ത് തന്നെ ഒരു കവിത എഴുതാമെന്ന് വെച്ചാൽ സമ്മതിക്കില്ല, എന്താടി പ്രശ്നം എന്നും അച്ഛൻ ചോദിക്കുമ്പോൾ പൊട്ടിയ ചില്ലു കഷ്ണം ചൂണ്ടിക്കാണിച്ചു അമ്മ പറയുന്നുണ്ട് കേട്ടോ. ഇത് തന്നെ പ്രശ്നം. അയ്യോ എന്ന് അച്ഛൻ പറയുമ്പോൾ, പുന്നാര മോൻ്റെ പണിയാ, അവനെന്തോ സ്വപ്നം കണ്ടത്രേ, സ്വപ്നത്തിൽ കൈ നീട്ടിയതാണത്രേ. സ്വപ്നം കാണുന്നത് ഭാവന സമ്പന്നമായ മനസ്സാ, അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ആരുടെ മോനാ അവൻ? ഭാവന ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് അച്ഛൻ പറയുമ്പോൾ, ഉണ്ടായിക്കോട്ടെ, ഒരു വിരോധവുമില്ല, പക്ഷേ എനിക്ക് പുതിയ പാത്രം വാങ്ങിച്ചു തരണം എന്ന് പ്രേമിൻ്റെ അമ്മ പറയുമ്പോൾ, അതെവിടുത്തെ ന്യായമാ? പാത്രം തകർത്തത് അവൻ, പുതിയത് വാങ്ങിച്ചു തരേണ്ടതും അവനല്ലേ? എടി, സ്വന്തമായ വരുമാനമുള്ളവനാ അവൻ. ജെയിംസ് ഓഡിയോസ് ആൻഡ് വീഡിയോസിൻ്റെ മുതലാളി എന്നും പറഞ്ഞ് അച്ഛൻ മുറിയിൽ നിന്നും പോകുമ്പോൾ പ്രേമിൻ്റെ അമ്മ പ്രേമിൻ്റെ അച്ഛനെ പിടിച്ചു നിർത്തി പറയുന്നുണ്ട് കേട്ടോ. വന്ന ഒരു രഹസ്യമുണ്ട്. എന്താ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അവനൊരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞു. അവളുടെ നേരെയെ അവൻ കൈ നീട്ടിയത് സ്വപ്നത്തിൽ. ഏത് പെണ്ണ് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അത് പറഞ്ഞില്ല. എന്തായാലും ഒന്ന് തീർച്ച, അവൻ്റെ മനസ്സിൽ എന്തായാലും ഒരു പെണ്ണുണ്ട്, അതെനിക്ക് ഉറപ്പായെന്ന് അമ്മ പറയുമ്പോൾ തുടർന്ന്, അത് നിനക്കെങ്ങനെ അറിയാമെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, അതൊക്കെ എനിക്കറിയാം, ഞാൻ അവൻ്റെ അമ്മയല്ലേ എന്ന് മറുപടി കൊടുക്കുകയും, അതേതായാലും ഏതൊരാണിൻ്റെ മനസ്സിലാണ് ഒരു പെണ്ണില്ലാത്തത്, ഈ എൻ്റെ മനസ്സിലില്ലേ എന്ന് പ്രേമിൻ്റെ അച്ഛൻ പറയുമ്പോൾ, ആരാ അവള് എന്ന് പേടിയോടെ അമ്മ പറയുമ്പോൾ, എടി ദാശായിണി നീ എന്നു അച്ഛൻ പറയുമ്പോൾ, ഞാൻ പേടിച്ചു പോയി എന്ന് അമ്മ പറയുകയാണ്. ചിരിച്ച് അമ്മയുടെ തോളിൽ തട്ടി, ശൃംഗരിക്കാതെ വേഗം വാരിക്കള എന്നും പറഞ്ഞ് അയാൾ മുറി വിട്ടു പോകുന്നുണ്ട്. നല്ലൊരു പാത്രമായിരുന്നു. ചില്ലു കഷ്ണം നോക്കി പ്രേമിൻ്റെ അമ്മ വിലപിച്ചു. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന സുമിത്രയുടെ അമ്മയെയാണ്. അടുക്കളയിൽ നിന്നും കഴിക്കാനുള്ളത് എടുത്ത് ഡൈനിങ് ഹാളിൽ ടേബിൾ വെക്കുന്നു. കഴിച്ചുകൊണ്ടിരിക്കുന്ന സുമിത്രയുടെ അച്ഛനോടായിട്ട് ചോദിക്കുന്നു, ഇന്ന് ലീവാണോ? എന്തൊരു ചോദ്യ ഭാഗ്യലക്ഷ്മി, ലീവ് എടുക്കാതെ എങ്ങനെയാ മീറ്റിങ്ങിന് പങ്കെടുക്കുക? ഒരെണ്ണം കൂടി എന്ന് പറഞ്ഞ് കടി അച്ഛൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ, വേണ്ട, സമയമായി, അതുകൊണ്ടെന്നും പറഞ്ഞെണീക്കുന്നു. പിടിച്ചുരുത്തി പിന്നെയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഭാഗ്യലക്ഷ്മി. പറഞ്ഞാൽ കേൾക്കില്ല, ഷർട്ട് തേച്ചെന്നു നോക്കിയേ എന്നും പറഞ്ഞ് ഭാര്യയെ പറഞ്ഞേക്കുന്നുണ്ട് കേട്ടോ. അവിടുന്ന് വാച്ചിലേക്ക് നോക്കുകയും ധൃതി പിടിച്ച് കഴിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഇസ്തിരി ഇടുന്ന സുമിത്രയെയാണ്. ഇസ്തിരി ഇട്ട തുണി അമ്മയുടെ കയ്യിൽ കൊടുക്കുകയും അമ്മ ഷർട്ട് എടുത്ത് ഇസ്തിരി ഇടാൻ സുമിത്രക്ക് കൊടുക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് സുമിത്രയുടെ അനിയത്തി യമുന വരുന്നത്. ഇതാണോ വേഷം? യമുന സുമിത്രയോട് ചോദിക്കുമ്പോൾ, അതെ. എന്താ, കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് സുമിത്ര ചോദിക്കുമ്പോൾ, കുഴപ്പമൊന്നുമില്ല, ഇനിയൊരു തോൾ സഞ്ചി കൂടിയായാൽ ഒരു കവിയുടെ എല്ലാ ലക്ഷണങ്ങളും ഒത്തുകിട്ടും. ഏതായാലും അച്ഛനൊരു മഹാകവിയാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ വേഷത്തിലും വേണോ കാവ്യത്വം, ഇത്തരം വേഷങ്ങളൊക്കെ ഒഴിവാക്കണം, അതാണ് എൻ്റെ പോളിസി എന്നും പറഞ്ഞ് അലമാരയിൽ നിന്ന് ഷർട്ട് എടുത്ത് അത് കണ്ട്, ഈ ഷർട്ട് പോരെ എന്ന് പറഞ്ഞു. യമുന എടുത്തു കൊടുക്കുന്നു. പോരാ എന്ന് പറയുന്നുണ്ട് കേട്ടോ സുമിത്ര. ജുബ്ബ നിർബന്ധമാണെങ്കിൽ ആയിക്കോ, ഇത് വേണ്ട, ആ ക്രീം കളറില്ലേ അത് മതി എന്ന് യമുന പറയുമ്പോൾ, അത് ശരി, വെറുതെ ഓരോന്ന് എതിർക്കുക അമ്മേ, അല്ലാതെ കാര്യമുണ്ടായിട്ടൊന്നുമല്ല അല്ലേ എന്ന് സുമിത്ര പറഞ്ഞ് ജുബ്ബ തേച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ആ തുണിയിലേക്ക് നല്ല മാച്ചുണ്ട്, വയസ്സന്മാർക്ക് എന്ത് മാച്ച്, നമ്മൾ പിള്ളേർക്കല്ലേ ചേച്ചി എന്ന് പറയുമ്പോൾ, എടി നീ അച്ഛനെ എത്ര വയസ്സനാക്കുമെന്നും വേണ്ട എന്ന് അമ്മ ചിരിച്ചും കൊണ്ട് പറയുമ്പോൾ, ഇതേ വയസ്സായെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടു. അമ്മേ, ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല, അതിൻ്റെ നിറം ആകെ ഡിം ആയി, ആകെ ഒരു മുഷിഞ്ഞ പോലെ. കവി സമ്മേളനമൊക്കെ പറയുമ്പോൾ ഒരു ഗെറ്റപ്പൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് യമുന തർക്കിക്കുമ്പോൾ, അതെ
കവി സമ്മേളനത്തിന് അച്ഛൻ പോണത് ഫാഷൻ ഷോക്കല്ല, അവിടെ ഡ്രസ്സിനല്ല, വായിക്കുന്ന കവിതക്കാണ് ഇമ്പോർട്ടൻസ് എന്ന് സുമിത്ര പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഡ്രസ്സ് വേണ്ടല്ലോ, കവിത മാത്രമായിട്ട് പോയാൽ പോരെന്ന് യമുന പറയുമ്പോൾ അത് കേട്ട് അമ്മ ചിരിക്കുന്നു. മതി, ഇനി പോകുമ്പോൾ അങ്ങനെ പോയാൽ മതി എന്ന് സുമിത്ര പറയുമ്പോൾ എനിക്ക് മടിയൊന്നുമില്ല, പക്ഷേ കവിയല്ലല്ലോ, അച്ഛൻ്റെ ഗുണമൊന്നും കിട്ടിയിട്ടുമില്ല. എൻ്റെ ചിത്രം പരിപാടികളിൽ അച്ഛൻ പങ്കെടുക്കുന്ന ചുരുക്കം ചില അവസരങ്ങളല്ലേ ഉണ്ടാകാറുള്ളൂ, വീട്ടുകാർക്ക് അതൊന്ന് ആഘോഷിക്കേണ്ടേ എന്ന് യമുന ചിരിച്ചും കൊണ്ട് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടുവരുന്ന അച്ഛൻ പറയുന്നുണ്ട്, വായാടി പക്ഷിക്ക് രാവിലെ തീറ്റയൊന്നും കൊടുത്തില്ലേ, കുറേ നേരമായിട്ട് ചിലക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അച്ഛാ ഇസ്തിരിട്ട ജുബ്ബ എടുത്ത് അലമാരയിൽ നിന്നെടുത്ത ഷർട്ടും എടുത്ത് അച്ഛൻ്റെ നേരെ നീട്ടുന്നു. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തേ എന്ന് പറയുമ്പോൾ അച്ഛൻ കൺഫ്യൂഷൻ ആകുന്നു. ഭാഗ്യലക്ഷ്മി എന്തായത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ കവി സമ്മേളനത്തിന് പോകുമ്പോൾ 2 മക്കളുടെ വക ഓരോന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം എന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ അപ്പോൾ ഇത് മക്കൾ അച്ഛന് പുതുതായിട്ട് വാങ്ങിയതാ എന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛൻ കളിയാക്കേണ്ട, പുതിയത് വാങ്ങിത്തരാം, അതിനി അധിക കാലം ഒന്നും വേണ്ടല്ലോ, സെലക്ട് ചെയ്തേ എന്ന് യമുന പറയുമ്പോൾ ബാബു ട്യൂഷന് പോയത് നന്നായി, അല്ലെങ്കിൽ 3ാമത് ഒരെണ്ണം കൂടി സെലക്ഷൻ വന്നേനെ, ഭാഗ്യം, താൻ തന്നെ സെലക്ട് ചെയ്യേ എന്ന് അയാൾ പറയുമ്പോൾ അല്ലെങ്കിലും അച്ഛന് അമ്മ പറയുന്നതാ ശരി എന്ന് യമുന പരിഭവം പറയുമ്പോൾ അതല്ലേ മോളെ ശരി, ഇവളെയല്ലേ അച്ഛന് ആദ്യം പരിചയപ്പെട്ടത്, പിന്നെയല്ലേ നിങ്ങൾ എത്തിയത്, എന്നാൽ ശ്രീമതി സീനിയർ സെലക്ട് ചെയ്തേ എന്ന് യമുന ഭാഗ്യലക്ഷ്മിയോടായി പറയുമ്പോൾ ഇവൾക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടാ, അതവിടെ വെച്ചേക്ക്, ശ്രീമതി സീനിയർ തന്നെയാണ് ഈ ജുബ്ബ എടുത്തു തന്നത് എന്ന് സുമിത്ര പറയുന്നു. ക്ലോക്കിലെ ബെല്ലടിക്കട്ടെ, ദൈവമേ മണി 8:30, 9:30 മണിക്കാണ് എൻ്റെ ഇൻ്റർവ്യൂ എന്നും പറഞ്ഞ് ധൃതിപ്പെട്ട് ഷർട്ടും ജുബ്ബയും യമുനയെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ സുമിത്ര. ദൈവമേ 9:30 മണിക്ക് ഇൻ്റർവ്യൂ ഉള്ള കുട്ടിയാണോ ഇവിടെ കളിച്ചും ചിരിച്ചും ഇരുന്നതെന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് വേണ്ടത്, ഉത്കണ്ഠയും സംരംഭവും ഒന്നും പാടില്ല, യുദ്ധത്തിനൊന്നുമല്ലോ പോകുന്നത് എന്ന് അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ ഭാഗ്യലക്ഷ്മിയോടായിട്ട്. ബാങ്കിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നല്ല കട്ടിയായിരിക്കും അല്ലേ എന്ന് ഭാഗ്യലക്ഷ്മി ആകെ ആശങ്കയോടെ പറയുമ്പോൾ അതൊന്നും സാരമില്ല, ആത്മവിശ്വാസമാണ് കാൻഡിഡേറ്റ് പ്രധാനമായിട്ട് വേണ്ടത്, അത് നമ്മുടെ മോൾക്കുണ്ട് താനും എന്ന് അച്ഛൻ മറുപടി പറയുമ്പോൾ എനിക്കൊരു സമാധാനവുമില്ലെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. അതൊരു പുതിയ വാർത്തയൊന്നുമല്ലോ, എന്തിനും ഏതിനും നിനക്കു സമാധാനക്കേട്, ബാബു എന്തേ താമസിക്കുന്നത്, അവിടെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ടല്ലേ അവനോട് എന്ന് അച്ഛൻ ചോദിക്കുന്നതും സുമിത്രയെ കൊണ്ടാക്കിക്കോളാം എന്ന് അവൻ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത്, ട്യൂഷൻ കഴിഞ്ഞു കാണില്ല എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ സമയമായില്ലേ, നീ അങ്ങോട്ട് ട്യൂഷൻ സെൻറ്ററിലേക്കൊന്ന് വിളിച്ചു നോക്ക് അച്ഛൻ ഭാഗ്യലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശങ്കർജി ജുബ്ബയൊക്കെ മാറ്റുന്നു. യമുന സുമിത്ര ചേച്ചിയെ ഒരുങ്ങാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. ചോദ്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരങ്ങൾ പറയാൻ, ചാടിക്കേറി എന്തെങ്കിലും തട്ടിവിട്ടാലേ മൈനസ് മാർക്കാവും, ഓർക്കണം എന്നൊക്കെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ സുമിത്രയോട് യമുന. ഓർക്കാം എന്ന് പറയുന്നുണ്ട് സുമിത്ര. ജനറൽ നോളജ് ഒക്കെ ഒരുമാതിരി ഒപ്പിക്കാമെന്ന് പറയുന്നുണ്ട് സുമിത്ര യമുനയോടായിട്ട്. ബഡ്ജറ്റിനെ കുറിച്ച് ചോദിച്ചാൽ എന്തു പറയും എന്നൊക്കെ സുമിത്രയോട് ചോദിക്കുമ്പോൾ ബഡ്ജറ്റിനെ കുറിച്ച് എനിക്കൊരു ചുക്കും അറിയില്ല, അറിയുന്ന ഒരുത്തി വീട്ടിലുണ്ട്, വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞാലോ എന്ന് സുമിത്ര യമുനയെ കളിയാക്കുന്നുണ്ട് കേട്ടോ. കളിയാക്കുകയായിരുന്നല്ലേ എന്ന് യമുന പറയുമ്പോൾ ഇതുവരെ നീ എത്ര ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്, എന്നിട്ടാണ് എന്നെ കയറി ഡയറക്ഷൻ 8:50 ആയി എന്നും പറഞ്ഞ് സുമിത്ര ഒരുങ്ങുകയാണ്. 8:50 ആയി, ഇനി ബാബുവിനെ നോക്കി താമസിക്കണ്ട, നിന്നാൽ സുമിത്ര ലേറ്റ് ആവും എന്ന് പറയുന്നുണ്ട് കേട്ടോ യമുന. ഇനി അവൻ അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടാകും, അതാകും ലേറ്റ് ആവുന്നേ, അവിടെ ചെന്നാൽ സമയം പോകുന്നത് അറിയില്ല, ഇങ്ങോട്ട് വരട്ടെ എന്നും പറയുന്നുണ്ട് കേട്ടോ യമുന. പിന്നീട് കാണിക്കുന്നത് വരാന്തയിൽ ഇരിക്കുന്ന ഭാഗ്യലക്ഷ്മിയെയും അച്ഛനെയും. പോകാൻ ഒരുങ്ങി ഈ സുമിത്ര വരാന്തയിലേക്ക് വന്നു, കൂടെ യമുനയും. അച്ഛ എന്ന് വിളിക്കുന്നുണ്ട് സുമിത്ര. അച്ഛ എന്ന് വിളിക്കുമ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ. ഇനി താമസിക്കണ്ട, കവലയിൽ പോയി ഒരു ഓട്ടോ പിടിച്ചു പോയിക്കോ എന്ന് അച്ഛൻ പറയുമ്പോൾ ദേവിയുടെ അമ്പലത്തിൽ തൊഴുതിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മ. തുടർന്ന് ഭയം വേണ്ട, എൻ്റെ അനുഗ്രഹമുണ്ട്, വിജയിച്ചു വരൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ യമുന. ശരിയെന്നും പറഞ്ഞ് സുമിത്ര ഇറങ്ങാനിരിക്കുമ്പോൾ ദാ ബാബു എത്തിയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ യമുന.
ബാബു സ്കൂട്ടിൽ വരുന്നുണ്ട്. ശേഷം ആഹാ ചേച്ചി പുറപ്പെടുകയായോ എന്ന് ബാബു ചോദിക്കുമ്പോൾ എവിടെയായിരുന്നു നീ ഇത്ര നേരം, നിന്നെ കാണാതെ ഒറ്റയ്ക്ക് പോകാനൊരുങ്ങിയായിരുന്നു ചേച്ചി. യമുന ബാബുവിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതെന്തിനാ? എത്തുമെന്ന് പറഞ്ഞാൽ ഈ ബാബു കൃത്യമായി എത്തും. ചേച്ചി വാ, കൊണ്ടുവിടാം, ട്യൂഷൻ കഴിഞ്ഞിട്ടില്ല, തിരിച്ചു വരുമ്പോൾ ചേച്ചി ഒറ്റയ്ക്ക് വരേണ്ടി വരുമെന്ന് പറയുകയും ശരിയെന്ന് പറഞ്ഞ് സ്കൂട്ടിയുടെ ബാക്കിൽ സുമിത്ര കയറുകയും ചെയ്യുന്നുണ്ട്. സംസാരിച്ച് സമയം കളണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ. അങ്ങനെ അവർ ഗേറ്റ് കടന്ന് പോകുന്നു. ഈ സീരിയൽ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്